ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ പല സാഹചര്യം മൂലം അത് സാധിച്ചിട്ടില്ല. ഇന്ന് ഒരുമിച്ച് വലിയ ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ചെയ്ത വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവ് തന്ന അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവവചനം ഒരുമിച്ച് നമ്മൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുവാണ്. പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധിയിലിരിക്കണം. നാം ദൈവസന്നിധിയിൽ കർത്താദാസൻ പറഞ്ഞു, നാം ദൈവത്തെ ആരാധിപ്പാനാണ് വന്നത്. എന്നാൽ നാം ദൈവത്തെ ആരാധിക്കുന്നത് പാട്ടിൽ കൂടെ മാത്രമല്ല, പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തെ ആരാധിക്കാം, പ്രസംഗത്തിൽ കൂടെ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ നാം എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം, മഹത്വപ്പെടുത്തണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മെ പണിതെടുക്കുവാൻ, നമ്മെ ശുദ്ധീകരിപ്പാൻ, നമ്മെ ദൈവത്തിന്റെ ഹിതത്തിനുള്ള ഒരു പാത്രമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ മെനഞ്ഞെടുത്ത് ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുവാണ്. ഇന്നത്തെ നമ്മുടെ വിഷയവും ഹല്ലേലൂയ ദൈവത്തിന്റെ പണി എന്നുള്ള വിഷയമാക്കി ആസ്പദമാക്കിയാണ് അല്പസമയം ഞാൻ സംസാരിപ്പാൻ ദൈവം ശരണപ്പെടുന്നത്. എന്റെ മുമ്പിൽ 45 വരെയുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസനേക്ക് തന്നിട്ടുണ്ട്. തിരുമേശം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവം സഹായിക്കണം. ഈ തിരുമേശം നമ്മെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടില്ല എന്ന് വിളിച്ചറിയിക്കുന്ന തിരുമേശയാണ്. അതിന് കർത്താവിന്റെ ദാസൻ പിന്നീട് ദൈവവചനം സംസാരിക്കും. എന്നാൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടുമുള്ള കർത്താവിന്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ സഭയോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുവാണ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് അങ്ങയുടെ വചനം തന്റെ ജനത്തോട് ഇടപെടുമാറാണ് എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ ജനത്തോട് ഇടപെടുമാറാണ് എന്ന് പ്രാർത്ഥിക്കണം. വിലോപങ്ങളെ നൃത്തമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം കർത്താവേ ഈ ആലയത്തിന് മേൽ അവിടുന്ന് വ്യാപരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുവാണ്. എല്ലാ ഇരുളിന്റെ മണ്ഡലങ്ങളെയും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോൻ കൽപ്പിക്കുവാണ്. ദൈവ സാന്നിധ്യത്തോട് മകരുടെ പരിശുദ്ധാത്മാവിനോട് വലിച്ചു നടത്തുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിലൂടെ പതിയുമാറാണ് എന്ന് പ്രാർത്ഥിക്കുവാണ്. ആദ്യമലം വരെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവിടുന്ന് മറയ്ക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോട് ദിവസങ്ങളിലായിരിക്കാം. നാം കേട്ട വചനങ്ങള് ചതഞ്ഞ ഓട ഒടിക്കുകയില്ല, പുകയുന്ന തിരികെ കെടുത്തുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി നാം പഠിക്കുമ്പോൾ നമ്മുടെ ദൈവം അവൻ മനുഷ്യവേഷത്തിൽ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവായിരുന്നു. ചതഞ്ഞ ഓട ഒരു നാളും കർത്താവ് അതിനെ ഒടിച്ചു കളയുകയില്ല. നമുക്കൊക്കെ അറിയാം, ഇവിടെ ഈ മരുഭൂമിയിലൊക്കെ ഓടച്ചെടികൾ ഇങ്ങനെ വളർന്ന് വളർന്ന് വെള്ള നനവുള്ളിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സ്തോത്രം. അത് മനുഷ്യനൊന്നും യൂസ് ഇല്ലാത്ത സാധനങ്ങളാണ്. പക്ഷെ യേശു ആ ചതഞ്ഞ ഓടെ പോലും എന്താണ്, തള്ളിക്കളയുന്ന ദൈവമല്ല. പാപിയായിരുന്നു നമ്മളെ, ലോകത്തിന് തള്ളപ്പെട്ട നമ്മളെ, മാതാപിതാക്കൾക്ക് തള്ളപ്പെട്ട നമ്മളെ, സ്നേഹിതർക്ക് തള്ളപ്പെട്ട നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവൻ നമ്മെ മാടി വിളിച്ച് അവന്റെ മകനായി മകളായി നമ്മെ തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരിക. ആ ദൈവത്തെ എങ്ങനെ നമുക്ക് മഹത്വപ്പെടുത്താതിരിക്കും? ആ ദൈവത്തിന് എങ്ങനെ മഹത്വം കൊടുക്കാതിരിക്കും? ചതഞ്ഞ ഓട ആ ഒടിച്ചു കളയുന്ന ദൈവമല്ല, അവൻ പുകയുന്ന തിരികെ കണ്ടെത്തത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് തപ്പോട്ട് വേഗത്തിൽ നമുക്ക് ഓടി വരാം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ഉടഞ്ഞതിനെ പണിയുന്ന ദൈവമാണ്, തകർന്നുപോയ പാത്രത്തെ പണിയുന്ന ദൈവമാണ്. ലോകം നിന്നെ തള്ളിക്കളയും, മനുഷ്യർ നിന്നെ തള്ളിക്കളയും, സ്നേഹിതർ നിന്നെ തള്ളിക്കളയും. എന്നാൽ യേശുവോ നിന്നെ ഒരു നാളും തള്ളുകയില്ല. അവൻ അവന്റെ മാർബോട് ചേർത്ത് പിടിച്ച് യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ സ്നേഹം. അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ മനസ്സല്ലുള്ള ദൈവമാണ്. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്നേഹം
നമ്മെ കാണുന്നവരൊക്കെ ചിലപ്പോൾ നമ്മെ ദുഷിക്കാം, നമ്മെ നിന്ദിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമുണ്ട്, നമ്മുടെ ദിനവുകളെ അറിയുന്ന ദൈവമുണ്ട്, നമ്മുടെ നടപ്പറിയുന്ന ദൈവമുണ്ട്, നമ്മുടെ കിടപ്പറിയുന്ന ദൈവമുണ്ട്, നമ്മുടെ ചിന്തനകളെ അറിയുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം കുശവന്റെ കയ്യിൽ ഹല്ലേലൂയ ഒരു കളിമണ്ണ് പാത്രത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണ്. ഹല്ലേലൂയ, അവന് ഇഷ്ടമുള്ള മാതിരി അവൻ അതിനെ പണിതെടുക്കും. തകർന്നു പോയാൽ ദൈവം നമ്മെ ഒരു നാളും തള്ളുന്ന ദൈവമല്ല, നമ്മെ അവൻ മറന്നു കളയുന്ന ദൈവമല്ല. അവൻ നമ്മെ ചേർത്ത്, മാർവോട് ചേർത്ത് നമ്മെ അടച്ച് ദൈവത്തിന്റെ കൃപയിൽ നമ്മെ നിർത്തുന്ന അവന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുവാണ്. നമ്മളെ മാർവോട് ചേർത്ത് അടയ്ക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 18-ാമത്തെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ എന്ത് ചെയ്യുന്ന, അത് വലിച്ചെറിഞ്ഞു കളഞ്ഞില്ല കേട്ടോ. നമ്മുടെ യേശു അതുപോലാണ്. നാം പുറംപറമ്പിൽ തള്ളപ്പെട്ടവരായിരുന്നു, നാം വീട്ടുകാർക്ക് വേണ്ടാത്തവരായിരുന്നു, എന്നാൽ സ്നേഹിതർക്ക് വേണ്ടാത്തവരായിരുന്നു. എന്നാൽ യേശു നമ്മെ തള്ളിക്കളയാതെ ആ കുശവനെ പോലെ അവൻ ആ ഉടഞ്ഞതിനെ വീണ്ടും ചേർത്ത് പണിത് അത് നല്ല മനോഹരമുള്ള യേശുവിന് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി നമ്മെ തീർക്കുന്നത് പോലെ ആ കുശവൻ ആ പാത്രത്തെ എന്ത് ചെയ്തു, അവന് ബോധിച്ച മാതിരി ഒരു പാത്രമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നാം പുറമോട്ടൊന്ന് ചിന്തിച്ചാൽ നാം ഈ ദൈവത്തെ സ്തുതിപ്പാൻ നാം യോഗ്യരല്ല, ഈ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നാം യോഗ്യരല്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ആ ദൈവത്തിന്റെ മഹത്വം കരേറ്റുവാൻ, ആ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തിന്റെ സ്തുതി കരേറ്റുവാൻ നമ്മൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ കൃപയിൽ നാം ആയിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ തകർന്നുപോയ സ്ഥാനത്ത്, ഉടഞ്ഞുപോയ സ്ഥാനത്ത്, നശിച്ചുപോയ സ്ഥാനത്ത് ദൈവത്തിന് പണിതെടുത്ത് ദൈവത്തിന് കൊള്ളാവുന്ന ഒരു മാനപാത്രമാക്കി തീർത്തു. ലോകത്തിൽ ഹീനപാത്രമായിരുന്നാലും ദൈവത്തിന് കൊള്ളാവുന്ന ഒരു പാത്രമാക്കി ദൈവത്തിനെ തീർക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു കേട്ടോ. സ്തോത്രം. നമുക്കറിയാം, സകലരും തള്ളിയാലും തള്ളാത്തവനായ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ പൂർണ്ണമായി ഒന്ന് വായിച്ചേ. കുശവൻ അവന് തോന്നിയ മറ്റൊരു പാത്രമാക്കി തീർന്നു, അതിനെ തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിച്ചാൽ പറയാൻ കഴിയും, എന്നെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരു കൊള്ളാത്തവനായിരുന്നു, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ കൊള്ളാത്തവനായിരുന്നു. എന്നാൽ എൻ്റെ ക്രിസ്തു നിമിത്തം ദൈവം എന്നെ ചെയ്തു, പണിതെടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പണി എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തി കാണുന്ന പോലല്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശു കടന്നു വന്നു കഴിയുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാകും. എത്ര നീചനായ മനുഷ്യനാണെങ്കിലും ഒരു ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് യേശുവിന്റെ വചനം വന്നു കഴിയുമ്പോൾ, യേശുവിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാണ്. അവനെ മാറ്റുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു ദേവന്മാർക്കും കഴിയത്തില്ല. ഈ ഭൂമിയിൽ ജീവനുള്ള യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമത്തിനും ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. നാം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15-ാമത്തെ 17-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു മുടിയ പുത്രനെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ അപ്പന് 2 സഹോദരങ്ങള്, 2 പുത്രന്മാര്. അതിൽ ഹല്ലേലൂയ ഉള്ളത് മുഴുവൻ അവൻ നശിപ്പിച്ച് എന്ത് ചെയ്തു, വിറ്റ് മുടിച്ച് ഹല്ലേലൂയ വീട്ടുകാർക്കും നാട്ടുകാർക്കും അല്ലെ സഭക്കാർക്കും ഹല്ലേലൂയ ഇടവക്കാർക്കും ഒക്കെ അവനൊരു ശല്യമായിരുന്നു. എന്നാൽ അവൻ തള്ളപ്പെട്ടു, അവൻ ആ ഭവനം വിട്ടുപോയി. പക്ഷേ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയം, ആ ഭവനം വിട്ടു പോയിട്ട് അവന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പൻ എന്താ പറഞ്ഞെന്നറിയോ, അവനെ നല്ല വസ്ത്രം ധരിപ്പിക്കുക, ഏറ്റവും വില കൂടിയ വസ്ത്രം അവനെ ധരിപ്പിക്കുക, അവനെ തള്ളിക്കളയുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആത്മീയ കോളത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യർ നമ്മളെ തള്ളിയാലും ക്രിസ്തു നമ്മെ ചേർത്ത് പണിതാൽ, ക്രിസ്തുവിന് കൊള്ളാവുന്ന ഒരു മൂലക്കല്ലായി പണിതു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി വേറൊന്നാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാക്യം ഒന്ന് വായിച്ചേ. 18-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിപ്പിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. വായിച്ചോ. അവിടെ അവൻ ഒരു കാര്യമാണ് ചെയ്തത്. എന്താണ്? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്വർഗം എന്ത് ചെയ്തു? അവൻ അപ്പന്റെ ഹൃദയത്തോട് ഇടപെട്ടു. അല്ലെങ്കിൽ ഈ അപ്പനെ ഇവനങ്ങോട്ട് വരുമ്പം, അല്ല നമുക്കറിയാം, വല്ല മുറിക്കുമ്പത്തിനടുത്ത് ഇവൻ എന്ത് ചെയ്യും? അടിക്കും. കാരണം അതുപോലെ കുടുംബത്തിന് നാശകരമായവനവനെന്ന്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർന്ന ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, നിന്നെ നശിപ്പിച്ച് ചവിട്ടിക്കളയുന്നവരുടെ മധ്യേ നിന്നെ മാനിക്കുന്ന ദൈവമാണ്. ദൈവം നിന്നെ തകർത്ത് കളയുന്ന ദൈവമല്ല. ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയ ദൈവജനമേ, നിന്റെ വിഷയങ്ങൾ എത്ര പ്രശ്നമുള്ളതായെങ്കിൽ, നിന്റെ വിഷയങ്ങൾ എത്ര ഭാരമുള്ളതായെങ്കിൽ, നിന്നെ ചവിട്ടിക്കളഞ്ഞവരുടെ മധ്യേ, നിന്നെ ചവിട്ടി തേച്ചവരുടെ മധ്യേ നിന്നെ മാനിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന്റെ കരം കുറുതായിട്ട് പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടില്ല. പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം പ്രാർത്ഥിക്കുന്ന 7 വിഷയത്തിന് മേലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ പറയുവാണ്, മുടിയമ്പുത്തനായ എന്നെ ചിന്തിപ്പിച്ച ആ വാക്യത്തിന്റെ താപ്പോട്ട് വായിക്കുമ്പോഴേ വളരെ എന്നെ ചിന്തിപ്പിച്ച 2-3 വാക്യങ്ങളുണ്ട്. അത് താപ്പോട്ടൊന്ന് വായിച്ചാണ്. അവൻ പറയുവാണ്, നിന്റെ മകനെന്ന പേരിൽ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ. നമ്മൾ ഒരു നിമിഷം പുറമോട്ട് ചിന്തിച്ച്, നമ്മുടെ യേശു നമ്മെ എത്ര പ്രാവശ്യം ചുംബിച്ചിട്ടുണ്ട്. നാം അവന്റെ അരികിൽ വരുവാൻ നാം യോഗ്യരല്ലായിരുന്നു. ആ യേശുവിന്റെ സ്നേഹത്താൽ അവൻ നമ്മെ വീണ്ടെടുത്ത, നമ്മൾ എത്ര പാപത്തിന്റെ അടിമയിൽ കിടന്ന് നമ്മളെ, അല്ല ചേറ്റുകുടിയിൽ നമ്മളെ, നാശത്തിന്റെ അടിമയിൽ കിടന്ന് നമ്മളെ, ആ യേശുവിന്റെ സ്നേഹത്താൽ അവൻ നമ്മെ മാറ്റി വിളിച്ചത് ഓർക്കുമ്പോൾ, അവന്റെ സ്നേഹം ഓർക്കുമ്പോൾ, അല്ല എത്ര സ്തുതിച്ചാലും മകനെ മകളെ എന്ന് അവന്റെ നെഞ്ചോട് നമ്മെ ചേർത്ത് പിടിച്ച് ആ ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ആ ഊറ്റിയ യേശു കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയല്ലേ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ അവസാനത്തുള്ള രക്തം വരെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ഊറ്റിയ രക്തം, ആ രക്തത്തിന് വിലയുണ്ട് കർത്താവ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി പച്ച മരക്കുരിശിൽ തൂങ്ങപ്പെട്ട ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടായി. അവന്റെ രക്തത്താൽ നമ്മെ സൗഖ്യമാക്കി, അവന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആ യേശുവിന്റെ രക്തത്തിന് വളരെ വിലയുണ്ട് കേട്ടോ. അത് ദാനമായി നമുക്ക് തന്നു, അത് ദാനമായി തന്നു. അതിന്റെ വില നമുക്ക് അളക്കുവാൻ കഴിയത്തില്ല, അതിന്റെ വില നമുക്ക് ഇടുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ ഏത് വസ്തുവിനും വിലയിടുവാൻ കഴിയും, എന്നാൽ യേശുവിന്റെ സ്നേഹത്തിനോ ഒരിക്കലും നമുക്ക് വിലയിടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. താപ്പോട്ട് വായിച്ച വാക്യം, അപ്പാ ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അർപ്പിൻ, നാം തിന്ന് ആനന്ദിക്കുക. ഹല്ലേലൂയ. അവന്റെ വീട്ടിൽ എത്ര മേത്രമായ സമ്പത്ത്, അവന്റെ വീട്ടിൽ എന്തുമാത്രം തൊഴുത്തിൽ നല്ല ഹല്ലേലൂയ മനോഹരമായ കാളക്കുട്ടികൾ നിൽക്കുമ്പോൾ അതിലേറ്റവും യോഗ്യമായതിനെ മാത്രമേ അപ്പൻ ചെയ്തു തെരഞ്ഞെടുത്തിട്ട് അവന്റെ മകൻ വന്നപ്പോൾ വലിയൊരു ഹല്ലേലൂയ സത്യം നടത്തുവാണ്. പ്രിയ ദൈവജനമേ, ലോകപ്രകാരം നമുക്ക് ചിന്തിക്കുമ്പോൾ സകലം നശിപ്പിച്ചിട്ട് പോയവനെ വീണ്ടും മടങ്ങി വരുമ്പോൾ സ്വീകരിപ്പാൻ നാം ഒക്കെ ചിലപ്പോൾ മടി കാണിക്കും. എന്നാൽ നമ്മുടെ യേശു ചതഞ്ഞ ഓട ഒടിച്ചു കളയുന്ന ദൈവമല്ല. അല്ലെ പുകയുന്ന തിരി അവൻ കെടുത്തി കളയുകയില്ല.
അവൻ വിലാപങ്ങളെ നൃത്തമാക്കി നമ്മെ ചേർത്ത് ക്രിസ്തുവിനോട് ചേർത്ത് നമ്മെ പണിത്. ഒരു മുടിയൻ പുത്രന്റെ അനുഭവം പോലെ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ സകലം നശിച്ചപ്പെട്ടോ അപ്പോൾ എന്ത് സംഭവിച്ചു? അവന് പുതിയ ഹല്ലേലൂയ വസ്ത്രം അവനെ ധരിപ്പിച്ചു. അവന്റെ കയ്യിൽ മോതിരം ധരിപ്പിച്ചു. ഏറ്റവും തടുത്ത് അല്ലെ കൊഴുത്ത പശു കാളക്കുട്ടിയെ അവനെ അറുത്ത് ഹല്ലേലൂയ അവിടെ സദ്യ അവൻ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് സംഭവിച്ചു? താഴെ ഒരു വാക്യം കൂടെ വായിച്ചേ. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പലപ്പോഴും മരിച്ച സ്ഥാനത്ത് നിന്ന്, നശിച്ച സ്ഥാനത്തുനിന്ന്, തകർന്ന സ്ഥാനത്തുനിന്നും ദൈവം നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവൻ നമ്മെ ചേർത്ത് പണിത് ക്രിസ്തുവിന്റെ മകനാക്കി മകളാക്കി നമ്മെ തീർത്താം. അവന്റെ വലിയ ദൈവം ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ വിശ്വസ്ത ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ദൈവവചനം പഠിക്കുമ്പോൾ കഷ്ടത അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഇയ്യോബ്. സ്തോത്രം. അവന്റെ സകല സ്വത്തുക്കളും നഷ്ടപ്പെട്ടു. അവന്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, അവന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു, അവന്റെ 10 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവര് നഷ്ടപ്പെട്ടു. അവന്റെ ഭാര്യ പറഞ്ഞു, നിന്റെ വിശ്വാസം വിട്ട് കള, നീ എന്താ ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇയ്യോബിന്റെ ഭാര്യ ചോദിച്ചു. പക്ഷേ പിശാച് ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഇയ്യോബിനെ ഒന്ന് തൊട്ടോട്ടെ. ദൈവം പറഞ്ഞു, നീ ഇയ്യോബിനെ തൊട്ടോ, അവന്റെ സകലതും കയറി പൊളിച്ചോ, പക്ഷെ അവന്റെ ആത്മാവിനെ മാത്രമേ. പ്രിയ ദൈവജനമേ, നമുക്ക് ആ ഉറപ്പുണ്ടായിരിക്കണം. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം വന്നാലും, എന്തെല്ലാം പ്രതികൂലം വന്നാലും, ആ പ്രതികൂലത്തിന് മധ്യ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ നാം ഈ ദിവസങ്ങൾ ഏറ്റെടുക്കണം. പ്രശ്നത്തിന് മധ്യ നാം പിടിച്ചു നിൽക്കണം. ദൈവത്തിന്റെ കൃപയിൽ മാത്രം നമുക്ക് നിൽപ്പാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ശക്തിയിൽ മാത്രം നമുക്ക് നിൽപ്പാൻ കഴിയത്തുള്ളൂ. അല്ലെ ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ നോക്കാം. അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് വരാം. ഇവന്റെ പുസ്തകം അല്ലെങ്കിൽ കുടുംബത്തെ തകർത്ത് കളയുവാൻ പിശാച് നോക്കിയ സ്ഥാനത്ത്, അവരുടെ സകല സ്വത്തുക്കളെ നശിപ്പിച്ച സ്ഥാനത്ത് ദൈവം ഹല്ലേലൂയ എന്ത് ചെയ്തു? ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. യഹോവ സാത്താനോട്, ഈ സാത്താനോട് ദൈവം എന്താ പറഞ്ഞേ? ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രമേ തുടരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവത്തിന് നല്ല ഉറപ്പുണ്ട്. എന്താണെന്നറിയോ? എന്റെ ദാസനായ ഇയ്യോബ്, പിശാചേ നീ എത്രയെല്ലാം പദ്ധതി ഒരുക്കിയാലും, നീ എത്രയെല്ലാം പ്ലാൻ ചെയ്താലും, ദൈവത്തിന്റെ ദാസനായ ഇയ്യോബിന്റെ അവന്റെ ആത്മാവിനെ മാത്രം തൊടരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവന്റെ സകലവും നശിച്ചാലും, അവന്റെ സന്തതി നശിച്ചാലും, അവന്റെ ആടുമാട് നശിച്ചാലും, അവന്റെ സമ്പത്ത് നശിച്ചാലും, അവന്റെ സകല സ്വത്തുക്കൾ നശിച്ചാലും, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നുള്ളൊരു ബോധം ആർക്കുണ്ട്? ദൈവത്തിന് നല്ല വിശ്വാസമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിലുള്ള വിശ്വാസം ഇയ്യോബിൽ ഉള്ളതുകൊണ്ടാണ് പിശാച് ഹല്ലേലൂയ ചോദിച്ചപ്പം ദൈവം പറഞ്ഞു, എന്താണ്? നീ കേറി വേലി പൊളിച്ചോ, പക്ഷെ അവന്റെ ആത്മാവിനെ മാത്രമേ തുടരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, പലപ്പോഴും പിശാച് നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിലും ഹല്ലേലൂയ നമ്മുടെ പലതും ചിലപ്പോൾ തകർത്തുന്നിരിക്കും. സ്തോത്രം. നമ്മുടെ സമ്പത്ത് പോയെന്നിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ പോയെന്നിരിക്കും, നമ്മുടെ കുടുംബത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കും, ദേശത്തിന് നമ്മുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നിരിക്കും. ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കത്തില്ല. ഇതൊന്നും നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കത്തില്ല. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ പറയുവാണ് എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇയ്യോബിനുള്ളത് സകലം നശിച്ചപ്പോഴും അല്ലെങ്കിൽ അവൻ പ്രാർത്ഥന കുറച്ചോ? പ്രാർത്ഥന കുറച്ചില്ല. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം ദൈവത്തെ ഇത്രത്തോളം സമയം പാടി ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ നാം പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ ഞാൻ ഹല്ലേലൂയ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കഴിഞ്ഞ രാത്രി 12 മണിക്ക് ദൈവസന്നിധി ഇരുന്നിട്ട് വെളുപ്പിന് 3:30 വരെ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ശക്തമായ ഹല്ലേലൂയ. ഇന്ന് രാവിലെ 7:30 ഹല്ലേലൂയ ഈ ഹാളിൽ തന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കറക്റ്റ് ദൈവദാസന്റെ മീറ്റിംഗ് കൂടെ ഉള്ളതുകൊണ്ട് 9:30 മണിയായപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. സ്തോത്രം. ഇന്ന് പോകുന്നതിനെ കടിച്ചിട്ട് നേരത്തെ പോയി. സ്തോത്രം. കാരണം അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഇന്ന് ഫുൾ ബിസിയാണ്.
ദൈവത്തെ ആരാധിപ്പാൻ നാം സമയങ്ങൾ വേർതിരിക്കണം. രാത്രി 10:30 വരെയുള്ള സമയത്ത് അല്ലെങ്കിൽ ഓരോ മീറ്റിങ്ങിലും കർത്താവ് അയക്കുന്നിടത്തെല്ലാം പോകാനുള്ള പദ്ധതിയാണ്. അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ കർത്താവിന് വേണ്ടി നാം വളരെ ശോഭിക്കണം. കർത്താവിന് വേണ്ടി നാം എങ്ങനെ ശോഭിക്കണം? നാം ദൈവത്തെ ആരാധിക്കണം നമ്മുടെ ഹൃദയം കൊണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു മതിൽക്കെട്ടിന്റെ മുള്ളിൽ നിൽക്കുന്നല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എല്ലാ സഹോദരി സഹോദരന്മാരും എല്ലാ സഭകളും എനിക്കൊന്നാണ്. കാരണം നാം ക്രിസ്തുവിൽ ആരാ? ക്രിസ്തുവിൽ നാം ഒന്നത്രേ. ക്രിസ്തുവിൽ നാം ഒന്നാണെങ്കിൽ ഇവിടെ ഒരു അതിരില്ല. ഉണ്ടോ ദൈവാസ? അതിലുണ്ടോ? ക്രിസ്തുവിന്റെ മുമ്പിൽ നാം ഒന്നാണ്. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ സഭയൊന്നുമില്ല. അവിടെ ചർച്ച കൂടുകാരനോ IPC കാരനോ ഷാരോക്കാരനോ അല്ലെങ്കിൽ സ്വതന്ത്രനെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഭയോടില്ല. അവിടെ ഒറ്റ സഭയേ ഉള്ളൂ, വീണ്ടെടുക്കപ്പെട്ട സഭ മാത്രം. ആ സഭയിൽ നാം അവിടെ കാണണം എന്നുള്ള പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. എവിടെ കൂടിയാലും യേശുവിന്റെ സന്നിധി നാം ചെല്ലുന്നുള്ള ഒരു ഉറപ്പ് അയ്യോബിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 42-ാം അധ്യായം യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നോക്കിയേ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഇന്ന് പ്രിയ ദൈവജനമേ, എന്നെ ശ്രദ്ധിക്കുന്ന ഞാൻ ദിവസം നിങ്ങളോട് ഒരു കാര്യം പറയുവാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് കേട്ടോ. എന്റെ വിഷയത്തിന് പല വിഷയത്തിനും വിടുതലില്ല എന്ന് ഞാൻ നിന്നു. എന്നോട് പല ദിവസം ദൈവ ആലോചന പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ആദ്യം ഒന്നും ഉൾക്കൊണ്ടില്ല. എന്നാൽ പിന്നെ ഞാൻ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ സമയങ്ങൾ വേർതിരിക്കാൻ തുടങ്ങി. സ്റ്റെപ്പ് ബൈ എന്റെ വിഷയത്തിന് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം നമ്മുടെ വിഷയത്തിന് മേൽ എത്ര ഭാരമുള്ള വിഷയങ്ങളാണ്. നമ്മുടെ കുടുംബത്തിന്റെ വിഷയങ്ങളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായിക്കോട്ടെ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളായിക്കോട്ടെ, നമ്മുടെ രോഗ വിഷയങ്ങളായിക്കോട്ടെ, ഈ വിഷയത്തിന്മേലൊക്കെ നാം ഒന്ന് നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം സംഭവിച്ചു തുടങ്ങി. ഇയ്യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അവന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഹല്ലേലൂയ എന്റെ ഒരു അനുഭവ സാക്ഷിയുടെ വേഗത്തിൽ ഞാൻ വേഗത്തിൽ ഇരിപ്പാൻ ഞാൻ സന്നദ്ധപ്പെടുകയാണ്. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാലാണ്. എനിക്കൊന്നും പുകഴുവാനോ പ്രശംസിപ്പാനല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ഹല്ലേലൂയ സെപ്റ്റംബർ മാസം ഞാൻ പെട്ടെന്ന് ജോലി സ്ഥലത്ത് നിന്നപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ് താഴെ വീഴുകയും എൻ്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് പാരലൈസ് ആയിപ്പോയി. മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇനി നടക്കുകയില്ല. മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇനി എഴുന്നേൽക്കുകയില്ല. മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇവന് ഇനി ഒന്നിനും കൊള്ളത്തില്ലെന്ന്. എന്നാൽ എന്റെ കർത്താവ് എനിക്ക് രോഗസൗഖ്യം തന്നു. ഞാൻ എന്റെ അടുത്ത് കിടന്ന കുവൈറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ 3.5 ആഴ്ചയായിട്ട് കട്ടിലെ നടക്കാൻ വയ്യാത്ത ഒരു കുവൈറ്റി അവിടെ കിടപ്പുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ആ കുവൈറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കുവൈറ്റിയെ ടച്ച് ചെയ്യുകയും കുവൈറ്റി എഴുന്നേൽക്കുകയും ചെയ്തു. ആ സമയം തന്നെ എന്റെ ജീവിതത്തിൽ എനിക്കും രൂപാന്തരം സംഭവിച്ചു. ഞാൻ എന്റെ അനുഭവമാണ് ഇതൊന്ന് കഥകളല്ല. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഫർവാനി ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ റെക്കോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നാം ഏത് വിഷയത്തിനും നാം ദൈവത്തെ പ്രാർത്ഥിച്ചാൽ അതിനുവേണ്ടി ദൈവം വിടുതലുണ്ട്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ നിർത്തുവാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സമയങ്ങൾ തീരുവാൻ പോകുന്നല്ലോ. ഹല്ലേലൂയ. 1-2 വാക്യം കൂടെ നമുക്ക് വായിച്ചു സന്നദ്ധപ്പെടുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറയുവാണ് 42:10 നമ്മൾ വായിച്ചല്ലോ. എന്താണ്? മുൻപേ ഉള്ളതിനേക്കാൾ അവന് ഇയ്യോബിന് ദൈവം ഇരട്ടിയായി കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞാൻ വാക്കുകളെ നിർത്തുമാണ്. അനേക കാര്യങ്ങൾ പുറമോട്ട് പറയാനുണ്ടെങ്കിൽ ഞാൻ സമയങ്ങളെ അല്ലെങ്കിൽ ദാസൻ തന്ന സമയങ്ങളെ നമ്മൾ മാനിക്കണമല്ലോ. നമ്മെ തന്നെ ദൈവങ്ങളെ സമർപ്പിക്കാം.
ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ലഭിച്ച ആ ദൈവവചനത്തിന്റെ ആ മർമ്മങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് തന്നെ ജനത്തിന് ആവശ്യമായ മന്ന അവിടുന്ന് കൊടുത്തല്ല കർത്താവേ. യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നപോലെ അവൻ തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ, അവന്റെ സ്ഥിതിക്ക് കർത്താവ് ഭേദം വരുത്തിയ പോലെ ഇന്ന് പകൽക്കാലം തന്റെ ജനത്തിന് ആവശ്യമായ ദൈവകൃപയിലൂടെ മറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുവാണ്. തുടർന്നുള്ള ശുശ്രൂഷയിലെ കർത്താവ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് ഭൂമിക്ക് സകല അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തില് ദൈവകൃപയോട് പകരണേ എന്ന് പ്രാർത്ഥിക്കുവാണ്. ചതഞ്ഞോടെ അവൻ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയോ കെടുത്താത്തവൻ, ദൈവമേ നീ വിലാപങ്ങളെ നൃത്തമാക്കി നിന്റെ കൃപയിൽ അവിടെ നിർത്തുന്ന നിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഇത്രത്തോളം സമയം തന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയിലോട് പതിഞ്ഞാട്ടം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇത്രത്തോളം സമയം കർത്താവിന്റെ ദാസനോടും സഭയുള്ള നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.